CMRL കേസിൽ SFIO കുറ്റപത്രം സ്വീകരിച്ച എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന് കണ്ടെത്തൽ. വീണ വിജയൻ അടക്കമുള്ളവർക്ക് സമൻസ് അയക്കും. രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് പാർട്ടി സെക്രട്ടറി. കൊച്ചിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി. കോട്ട കെട്ടിക്കാക്കുമോ പാർട്ടി? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ അഡ്വക്കേറ്റ് കെ അരുൺകുമാർ CPM-ൽ നിന്ന്, ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിൽ നിന്ന്, അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ BJP-യിൽ നിന്ന്. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, കുറച്ചു മുമ്പ് പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളെ കാണുമ്പോൾ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത് കെട്ടിപ്പൊക്കുന്നത് എന്ന് എല്ലാവർക്കും ധാരണയുണ്ട് എന്ന് പറയുകയാണ്. ആ എല്ലാവരുടെയും പട്ടികയിൽ എല്ലാവരുമുണ്ടോ? അവർ മാർക്സിസ്റ്റുകാരെല്ലാവരും ഉണ്ട്. CPI-ക്കാരുണ്ടോയെന്ന് ദൈവത്തിനറിയാം. അവർ മാർക്സിസ്റ്റുകാരെല്ലാവരും ഉണ്ടാവും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. കേരളം പോയാൽ ഇന്ത്യ പോയി. ഇനി ഇന്ത്യയിൽ കേരളത്തിന് മാത്രമേ ബാക്കി ഈ സാധനമുള്ളൂ. അപ്പോൾ കേരളം എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണം. അതിന് അവരുടെ മുഖ്യമന്ത്രിയെ എന്ത് പറഞ്ഞിട്ടും ന്യായീകരിക്കണം. ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ചുമതലയേറ്റു. അദ്ദേഹം ആദ്യം നടത്തിയ പ്രസ്താവന എന്താണ്? പിണറായി വിജയൻ്റെ മകൾക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയ അക്രമമാണ്, അവൾ നിരപരാധിയാണ് അവരെന്ന്, അല്ലേ? ഒരു CPM പോലത്തെ ഒരു പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ സമ്മേളനം നടത്തി പുതിയ സെക്രട്ടറിമാർ വന്നാൽ അവരാദ്യം നടത്തുന്ന പ്രസ്താവന രാജ്യത്തെ തൊഴിലാളികളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്, രാജ്യത്തിലെ കൃഷിക്കാരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്, രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പ്രസ്താവന ആദ്യമായി നടത്തുന്ന പ്രസ്താവന. നമ്മൾ എത്ര സെക്രട്ടറിമാരെ, ജനറൽ സെക്രട്ടറിമാരെ കണ്ടിട്ടുണ്ട്. EMS നമ്പൂതിരിപ്പാടിൻ്റെ കാലം മുതൽ CPM-ൻ്റെയും CPI-ൻ്റെയും ഒക്കെ ജനറൽ സെക്രട്ടറിമാരെ പ്രസ്താവന കൃത്യമായി ശ്രദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികളാണ് നമ്മളൊക്കെ. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി ഒരു CPM-ൻ്റെ ഒരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ചുമതല ഏറ്റിട്ട് അദ്ദേഹം ആദ്യം നടത്തിയ പ്രസ്താവന ഒരു അഴിമതി കേസിൽ പ്രതിയാക്കപ്പെട്ട ആളെ ന്യായീകരിച്ചുകൊണ്ടും സംരക്ഷിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ പാർട്ടിയുടെ അവസ്ഥ എന്താ? ഈ പാർട്ടി ഇന്ന് നേരിടുന്നത് നിലനിൽപ്പിൻ്റെ ഒരു പ്രതിസന്ധിയാണ്. കാരണം ഈ പാർട്ടിക്ക് ശക്തി ഉണ്ടായിരുന്ന 2 സംസ്ഥാനങ്ങളിൽ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ അവർ പുറത്താക്കപ്പെട്ടു, ജനമനസ്സുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നതല്ല, തെരഞ്ഞെടുപ്പിൽ തോൽക്കും ജയിക്കും, അത് വേറെ വിഷയം. പക്ഷെ ജനമനസ്സുകളിൽ സ്ഥാനമില്ലാതായി. ഇപ്പോൾ ആകെ ഉള്ളത് ഒരു സംസ്ഥാനമാണ്, അതന്നെ 5-6 പാർട്ടികളായിട്ടുള്ള മുന്നണിയാണ്. ഈ മുന്നണി സംവിധാനവും കൂടി, ഈ സംവിധാനത്തിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ ആ സംവിധാനത്തെ ഇന്ന് മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ള ഒരാളെന്ന് അവർ കരുതുന്ന പിണറായി വിജയന് വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണങ്ങൾ വരികയും കുഴപ്പത്തിലാവുകയും ചെയ്താൽ ഈ പാർട്ടി എങ്ങനെ പിടിച്ചു നിൽക്കും, എങ്ങനെ മുന്നോട്ട് പോകും? അപ്പോൾ ഇത് ന്യായീകരിച്ചേ പറ്റൂ. അപ്പോൾ പല പയറ്റുകളും നടക്കും. അങ്ങനത്തെ ഒരു വാക്ക് പയറ്റാണ് ഇപ്പോൾ കേട്ടത്. എല്ലാവരും എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും, വേറെ ആരുമില്ല, അവരെല്ലാവരും. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ന് കേരളത്തിലെ അങ്ങ് പൂർത്തീകരിക്കൂ. എക്കണോമിക് കോടതി കുറ്റപത്രം ഫയലിൽ സ്വീകരിച്ച ദിവസം